അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ജിന്നിൽ ജിന്നുകളുടെ ആത്മകഥാപരമായ പരാമർശങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒടുവിൽ 11-ാമത്തെ സൂക്തത്തിൽ ജിന്നുകൾ അവരെക്കുറിച്ച് പറഞ്ഞത്, ഞങ്ങളിൽ നല്ലവരുണ്ട്, വ അന്ന മിന്ന സാലിഹൂൻ വ മിന്ന ദൂന ദാലിക്, എന്നാൽ ഞങ്ങളിൽ അങ്ങനെ അല്ലാത്തവരുമുണ്ട്, അഥവാ ദുഷിച്ചവരുമുണ്ട്. കുന്ന തൊറാഇഖ ഖിദദ, അങ്ങനെ ഞങ്ങൾ പലതായിട്ട് ശിഥിലമായി പോയിട്ടുണ്ട്, ചിതറിത്തെറിച്ചു പോയിട്ടുണ്ട് എന്നാണ്. ജിന്നുകളിൽ ദുഷിച്ചവരുണ്ട് എന്ന പരാമർശം മുൻനിർത്തിയിട്ട് ജിന്നുകൾ മനുഷ്യരെ ഉപദ്രവിക്കുമോ, ഉപദ്രവിക്കുമെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുക, ജിന്നുകൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നത് വലിയൊരു ചർച്ചയാണ്. ജിന്ന് ബാധ അല്ലെങ്കിൽ പിശാച് ബാധ എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിശാച് മനുഷ്യ ശരീരത്തെ ബാധിക്കും, രോഗിയാക്കും എന്ന് ജാഹിലിയ കാലത്തെ അറബികൾ വിശ്വസിച്ചിരുന്നു. കാരണം വ്യക്തമാകാത്ത അസുഖങ്ങൾ പിശാച് ബാധ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പിശാചിന് മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയുമെന്ന് പറയുന്നില്ല. ദുർബോധനത്തിലൂടെ മാനസികമായിട്ട് വഴിതെറ്റിക്കാൻ കഴിയും എന്നേ പറയുന്നുള്ളൂ. അത് തന്നെ എപ്പോഴാണ് സംഭവിക്കാം? മനുഷ്യൻ പിശാചിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ മാത്രമാണ്, ആ നിലയ്ക്ക് സന്നദ്ധനാകുമ്പോഴേ അത് സംഭവിക്കുള്ളൂ. മനുഷ്യൻ പിശാചിനെ അനുസരിക്കുമ്പോൾ മാത്രം. അപ്പോഴും അള്ളാഹുവെ ഓർത്ത് ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിലോ അയാൾക്കതിൽ നിന്ന് രക്ഷ ലഭിക്കും. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന രീതി നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നവർ, ജിന്നുകളിലെ പിശാചിന് മനുഷ്യനെ ദേഹോപദ്രവം ചെയ്യാൻ കഴിയും എന്ന് ചിലർ അവകാശപ്പെടാൻ, അതിനവർ ഖുർആൻ വാക്യങ്ങൾ തന്നെയാണ് ദുർവ്യാഖ്യാനം ചെയ്യുക. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറ 275, അവിടെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പരാമർശമുണ്ട്. ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ തിന്നുന്ന ആള് പിശാചു ബാധയാൽ കാലുറപ്പിക്കാനാവാതെ എഴുന്നേറ്റ് നിൽക്കുന്നവനെ പോലെയാണ്, അഥവാ ഭ്രാന്ത് പിടിച്ചവനെ പോലെ. അല്ലാതെ പലിശ തിന്നുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാനാവില്ല, ഒരുതരം ലഹരി ബാധിച്ച പോലെ. ഇവിടെ ശരിക്കും അല്ലാഹു തആല പിശാച് ബാധയെക്കുറിച്ചാണോ പറയുന്നത്? അല്ലല്ലോ. അവിടെ വിഷയം പലിശ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വിപത്തിനെ കുറിച്ചാണ്. അപ്പോൾ ആലങ്കാരികമായ ഭാഷയിൽ മനുഷ്യൻ്റെ ധനക്കൊതിയെക്കുറിച്ച്, സമ്പത്തിനോടുള്ള അത്യാർത്തി വല്ലാതെ വർദ്ധിച്ചിട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് എപ്പോഴും പിരിമുറുക്കവുമായി നടക്കുന്ന പലിശ തിന്നുന്നവൻ്റെ, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവൻ്റെ അവസ്ഥയെ അള്ളാഹു ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ എന്തെങ്കിലും ഒന്നിനെ അഡിക്റ്റാകുമ്പോൾ, ഒന്നിൻ്റെ അടിമയായിട്ട് മാറുകയാണ് എങ്കിൽ, ഉദാഹരണത്തിന് ലഹരി, അതല്ലെങ്കിൽ മൊബൈല്, ചൂതാട്ടം, അല്ലെങ്കിൽ ലൈംഗികത, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒന്നിന് അഡിക്റ്റായി മാറുമ്പോൾ അതിനോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുന്ന ചില ഹോർമോണുകൾ അവൻ്റെ ശരീരം ഉൽപ്പാദിപ്പിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ അഡിക്ഷൻ ഉണ്ടാവും, വല്ലാതെ അടിമപ്പെട്ട് അതിൽ നിന്ന് മോചിതനാകാത്ത വിധത്തിൽ അയാൾ അതിൻ്റെ ഭാഗമാകും. ശരിക്ക് ആ ഒരു ശൈലിയാണ് ഇവിടെ പിശാചു ബാധയാൽ എഴുന്നേറ്റ് നിൽക്കാനാവാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ പിശാച് മനുഷ്യൻ്റെ ശരീരത്തെ ബാധിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. അതുപോലെ മറ്റൊരു വാദമാണ് അയ്യൂബ് അലൈഹിസ്ലാമിനെ ജിന്ന് ബാധിച്ചു എന്നുള്ള വാദം. ഖുർആനിൽ സൂറത്ത് സ്വാദ് 41
വദ്കുർ അബ്ദന അയ്യൂബ്, നമ്മുടെ ദാസൻ അയ്യൂബിനെ ഓർക്കൂ. ഇദ് നാദ റബ്ബഹു, അയ്യൂബ് അലൈഹിസ്സലാം തൻ്റെ നാഥനെ വിളിച്ച സന്ദർഭം. അന്നി മസ്സനിയ ശൈത്താനു ബിനുസുബിൻ വ അദാബ് എന്ന, ചെകുത്താൻ എന്നെ ദുരിതവും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അന്നി മസ്സനിയ ശൈത്താൻ, പിശാച് എന്നെ പീഡനമേൽപ്പിച്ചിരിക്കുന്നു, എന്നെ ബാധിച്ചിരിക്കുന്നു. ബിനുസ്ബിൻ വ അദാബ്, ദുരിതത്താലും പീഡനങ്ങളാലും. പ്രയാസങ്ങൾ അള്ളാഹുവിൽ നിന്നാണ് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല എന്നാണ് പറയാം. ഖൈറും ഷർറും, ഗുണവും ദോഷവും അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ പറഞ്ഞത്? പിശാച് തന്നെ ദുരിതവും പീഡനവും ഏൽപ്പിച്ചു. അയ്യൂബ് അലൈഹി ഇസ്ലാമിൻ്റെ ശരീരം മുഴുവനും വ്രണമായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനാൽ ശരീരത്തെ ഉപദ്രവിക്കാൻ പിശാചിന് കഴിയും എന്ന നിലയ്ക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ. യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹുവോട് അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടദാസൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന മര്യാദയായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ദുരിതവും പീഡനവും പിശാചിലേക്ക് ചേർത്തി പറയാണ്. അപ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ അങ്ങനെ തന്നെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. മാത്രമല്ല ഇതേ സംഭവം സൂറത്തുൽ അംബിയ 83 വന്നത് നോക്കൂ. അന്നി മസ്സനി അല്ലുറു വ അൻത അർഹമുർ റാഹിമീൻ, എന്നെ ഒരു ദുരിതം ബാധിച്ചിരിക്കുന്നു, നീയോ കാരുണ്യവാന്മാരിൽ ഏറെ കരുണ ചൊരിയുന്നവനല്ലോ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മനസ്സിലാവും പിശാച് അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ ശാരീരികമായി ബാധിച്ചു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ രോഗപീഠയെ അയ്യൂബ് അലൈഹി ഇസ്ലാം പിശാചിലേക്ക് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം പ്രവാചകന്മാർ മാതൃകാ പുരുഷന്മാരാണ്. അവരെ പിശാച് ബാധിക്കുമോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ. അതിനാൽ പിശാചിന് മനുഷ്യനെ ശാരീരികമായോ മാനസികമായോ ഉള്ള അസുഖങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താനാവില്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ ദുർബോധനം വഴി മനുഷ്യനെ അബദ്ധങ്ങളിൽ പാപത്തിൽ ചാടിക്കുവാനായിട്ട് പിശാചിന് കഴിയും എന്നാണ് പൊതുവെ മനസ്സിലാക്കേണ്ടത്. അതിനാൽ ജിന്നുകൾക്ക് അവർ നല്ലവരായാലും ദുഷിച്ചവരായാലും മനുഷ്യനെ മാനസികമായിട്ട് സ്വാധീനിക്കാൻ മാത്രമേ സാധിക്കൂ എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ സൂക്തങ്ങളെയൊക്കെയും പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ഇപ്പോൾ ജിന്നുകളുടെ കൂട്ടത്തിൽ സത്യനിഷേധികളുണ്ട് എന്നു കരുതിയിട്ട് ആ ജിന്നുകൾ മനുഷ്യരെ അങ്ങനെ ബാധിക്കുമോ ഇല്ലയോ എന്നത് വലിയൊരു വിഷയമാണ്. തുടർന്ന് അതേ ജിന്നുകൾ, വിശുദ്ധ ഖുർആൻ കേട്ട ജിന്നുകൾ സ്വന്തം സമൂഹത്തോട് വീണ്ടും ചില നിലപാടുകൾ വെളിപ്പെടുത്താണ്. 12-ാമത്തെ സൂക്തത്തിൽ അള്ളാഹുവെ ധിക്കരിച്ചാൽ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് ഈ ഖുർആൻ കേട്ടതിൽ നിന്ന് ഞങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്നാണ്. 12-ാമത്തെ സൂക്തം ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅന്നാ ളനന്നാ അല്ലൻ നുഅ്ജിസല്ലാഹ ഫിൽ അർദ് أَلَّن نُعْجِزَ اللَّهَ فِي الْأَرْضِ وَلَن نُعْجِزَهُ هَرَبًا وَأَنَّ നിശ്ചയം നാം ഞങ്ങൾ ലനന്ന ലന്ന യളുന്നു വിചാരിച്ചു ലനന്ന ഞങ്ങൾ വിചാരിച്ചു അല്ലൻ നുഅ്ജിസല്ലാഹ് അൻ എന്തെന്നാൽ ലൻ നുഅ്ജിസ ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. അജസ യുഅ്ജിസു തോൽപ്പിച്ചു എന്നാണ് അർത്ഥം. അല്ലാഹുവെ അല്ലൻ നുഅ്ജിസല്ലാഹ അല്ലാഹുവെ തോൽപ്പിക്കാൻ കഴിയില്ല ഫിൽ അർദ് ഈ ഭൂമിയിൽ വലൻ നുഅ്ജിസഹു അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും ഹറബൻ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്നും ഞങ്ങൾ മനസ്സിലാക്കി. വ അന്നാ ലനന്ന നിശ്ചയം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലൻ നുഅ്ജിസല്ലാഹ ഫിൽ അർദ്
ഈ ഭൂമിയിൽ അള്ളാഹുവെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന്. മാത്രമല്ല വലൻ നുഅ്ജിസഹു ഹറബ, ഓടി രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും അവൻ്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവെ തോൽപ്പിക്കാം എന്നും കഴിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു എന്നാണ്. അള്ളാഹുവെ തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവെക്കുറിച്ചുള്ള ഈ ധാരണയാണ് ഞങ്ങൾ സന്മാർഗം പ്രാപിക്കുവാൻ നിമിത്തമായത്. അവനെ ധിക്കരിച്ചാൽ രക്ഷപ്പെടാനാവില്ല എന്നുള്ള തികഞ്ഞ ബോധ്യം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ വചനങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഇതിനെ വിശ്വസിക്കാൻ സന്നദ്ധരായത്. ഞങ്ങളിലെ മൂഢന്മാരോടൊപ്പം പഴയ അതേ സമ്പ്രദായത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കാതെ ഞങ്ങൾ ധീരമായ നിലപാടെടുത്തത് അതുകൊണ്ടാണ്. പരലോകബോധം അവർ ശക്തമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അള്ളാഹുവെ തോൽപ്പിച്ച് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് തങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. കാരണം തങ്ങൾ അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതിനാൽ അവൻ്റെ വലയത്തിനകത്താണ് നമ്മളെപ്പോഴും ഉള്ളത്. അതിനെ ഭേദിച്ച് പുറത്തു കടക്കാൻ, ഓടി രക്ഷപ്പെടാനൊന്നും സാധ്യമല്ല എന്നർത്ഥം. സൂറത്തു റഹ്മാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജിന്ന് വർഗങ്ങളോട് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങൾ ആകാശഭൂമികളുടെ അതിർത്തി രേഖകളെല്ലാം ഭേദിച്ച് അതിനപ്പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചോളൂ, പക്ഷേ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശൈലിയിൽ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യാപിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള ജിന്നുകൾ പറയാണ്, അള്ളാഹുവിൻ്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും സാധ്യമല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് അവൻ്റെ ദാസരായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചത്. മനുഷ്യനും ഉണ്ടല്ലോ, പലപ്പോഴും സാമ്പത്തികമായും മറ്റും അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ, സ്ഥാനമാനങ്ങളും അധികാരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ഇനി തന്നെ കെട്ടിയിടാൻ ആർക്കും സാധ്യമല്ല എന്നുള്ള ധിക്കാര മനോഭാവത്തിലേക്ക് എത്തും. പക്ഷേ ഈ ജിന്നുകൾ വളരെ എളിമയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ തങ്ങളുടെ കഴിവുകേടുകൾ ബോധ്യപ്പെടുത്തിയിട്ട് അവനിൽ പൂർണ്ണമായി വിശ്വസിച്ച് വിനയാന്വിതരായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യരായ നമുക്ക് ഈ ജിന്നുകളിൽ ഒരുപാട് പാഠങ്ങളുണ്ട് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.